നമസ്കാരം. സുഭാഷിതം. അനന്തശാസ്ത്രം ബഹുളാശ്ച വിദ്യാഃ സ്വൽപശ്ച കാലോ ബഹുവിഘ്നതാ ച യത്സാരഭൂതം തതുപാസനീയം ഹംസോ യഥാ ക്ഷീരം പാമ്പുമധ്യാത്. അത് ഒരു വേറൊരു രീതിയിൽ കൂടി അത് ചൊല്ലുന്നുണ്ട്. ചാണക്യനീതിയിലും നീതിസാരത്തിലും രണ്ട് വിധത്തിലാണ് ആ സുഭാഷിതം ചൊല്ലുന്നത്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പച്ഛ കാലോ ബഹവച്ഛ വിഘ്നാ യത്സാരഭൂതം തത് ഉപാസിതവ്യം ഹംസോ യഥോക്ഷാര ക്ഷാരമിവാംബുമിശ്രം. അതായത് ഇതിൻ്റെ അർത്ഥം പറയുന്നത് ശാസ്ത്രം അനന്തമാണ്, അറിയേണ്ടതായി ധാരാളമുണ്ട്, കാലം അല്പമേ ഉള്ളൂ. ശാസ്ത്രം നമ്മുടെ മുമ്പിൽ നിരന്ന് കിടക്കുകയാണ്, പക്ഷേ അറിയേണ്ടതായ കാര്യങ്ങൾ ധാരാളമുണ്ട്. എന്നാലും നമുക്കുള്ള മുമ്പിലുള്ള സമയം വളരെ തുച്ഛമാണ്, തടസ്സങ്ങളും അനവധിയാണ്. അതുകൊണ്ട് എന്താണോ സാരമായിട്ടുള്ളത് അതിനെ, ഇപ്പോൾ അരയന്നങ്ങൾക്ക് വെള്ളത്തിൽ പാലൊഴിച്ചു കൊടുത്താൽ ആ വെള്ളം ചേർന്ന പാലിൽ നിന്ന് പാലിനെ അരയന്നങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ശാസ്ത്രത്തിൽ നിന്നും നാം വിഷയങ്ങൾ അരിച്ചെടുക്കണം എന്നാണ് ഈ സുഭാഷിതം അർത്ഥമാക്കുന്നത്. നമസ്തേ.